ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. ഇന്നും വന്നിരിക്കുന്നത് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് ത്രികോണവുമായി ബന്ധപ്പെട്ട ഒരു 3D ഷേപ്പാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. സമയമൊന്നും കളയുന്നില്ല. ഞാൻ എല്ലാ ചിത്രവും അധികവും 9 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഇതും അതുപോലെ 9 സെൻറ്റിമീറ്റർ തന്നെ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അതാവുമ്പോൾ കുറച്ച് ഒരു വലിപ്പമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 9 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് ചെയ്യേണ്ടത് പെൻസിലാണ്. നമുക്കറിയാം 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ ത്രികോണം വരയ്ക്കേണ്ടതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി നമുക്കത് സ്കെച്ച് പെന്ന് കൊണ്ട് തന്നെ വരയ്ക്കാം. നമ്മൾ ആ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞു. ത്രികോണത്തിൻ്റെ 3ാമത്തെ മൂലയാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് വരച്ചോളൂ, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മധ്യബിന്ദു കണ്ടുപിടിച്ച് ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. നമുക്കിനി വരയ്ക്കുന്നത് ശ്രദ്ധിക്കാം. 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദു അടയാളപ്പെടുത്തുക. ത്രികോണത്തിൻ്റെ മൂലയിൽ നിന്നും മധ്യബിന്ദുവിലേക്ക് വരച്ച് സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിൽ ഒരു സമഷഡ്ഭുജം വരയ്ക്കണം. അതിനായി മാർക്ക് ചെയ്ത് സമഷഡ്ഭുജം കൃത്യമായി നിങ്ങൾ യോജിപ്പിക്കുക. സമഷഡ്ഭുജം കിട്ടിയ ശേഷം ത്രികോണത്തിൻ്റെ മൂലയിൽ നിന്നും സമഷഡ്ഭുജത്തിലേക്ക് ഇതേപോലെ നിങ്ങൾ യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2 സമഭുജ ത്രികോണം വരയ്ക്കണം. ഒരെണ്ണം സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കും, മറ്റേത് ഞാൻ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുക. ആദ്യത്തെ സമഭുജ ത്രികോണം നമുക്ക് സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് തന്നെ വരയ്ക്കാവുന്നതാണ്. ഇനി വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ടാണ്. കാരണം നമുക്ക് എന്താ അറിയാവോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം തിരിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തനെ വരച്ചു. ഇനി ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കാം. ഇവിടെ തൊട്ട് ഈ വരേൻ്റെ ഉള്ളിലേക്ക് കയറരുത് എന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇവിടുന്ന് വന്നാൽ ഇവിടെ നിർത്തുക, കണ്ടോ? പിന്നെ ഇവിടുന്ന് ഇങ്ങനെ, അതായത് ഉള്ളിലുള്ള ത്രികോണത്തിൻ്റെ ഉള്ളിലേക്ക് കയറരുത്. ഇപ്പം നമുക്കിതിൻ്റെ ഔട്ട്ലൈനായി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ, ഈ ഉള്ളിലുള്ള ത്രികോണം ഇവിടുന്ന് ഈ വരയും ഈ 2 വരയും കൂടെ സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കാം. ഒരു 3 ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മായ്ക്കാനുള്ള വരകളൊക്കെ മായ്ച്ച് വൃത്തിയാക്കാം. ഇനി ഇത് നിങ്ങൾ കളർ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ വരും. നിങ്ങൾ കളറൊക്കെ കൊടുത്ത് മനോഹരാക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഈ നടുക്കുള്ള ഈ ത്രികോണമാണ് ഇവിടെ വരുന്നത്. പുറത്തുള്ള ത്രികോണം നമ്മൾ ഇടയ്ക്ക് പകുതി വരെ വരച്ചിട്ടുള്ളൂ. ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അതാണ് ഇത് 3. പിന്നെ നമ്മളുടെ സമഷഡ്ഭുജം, പിന്നെ ത്രികോണം, സമഭുജ ത്രികോണം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ജോമെട്രിക്കൽ പാറ്റേണിന് വരയ്ക്കാം. പാറ്റേണിന് വരയ്ക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് വരയ്ക്കുക. അതേപോലെ സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ തുണി ഉണ്ടായിരിക്കണം. ആ തുണി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്കെച്ച് പെന്നിൻ്റെ അരിക് തുടച്ച് വൃത്തിയാക്കണം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.